അധ്യായം 77. അയാളാണ് എന്റെ ബോസ്. എടാ പറ, ആ പെണ്ണ് സിദ്ധാർത്ഥിന്റെ ആരാ? ശ്രീകാന്ത് ചോദിച്ചു. നീ ആ കാര്യം വിട്ടെ, ഫുഡ് കഴിക്കാൻ നോക്കൂ. ഹേമന്ത് പറഞ്ഞു. സിദ്ധാർത്ഥിന്റെ ഭാര്യയാണ് നീലിമ എന്ന് അവനോട് പറയാൻ ആഗ്രഹിച്ചില്ല. ഈ സമയം നീലിമ വാഷ്റൂമിൽ ഒളിച്ചു നിൽക്കുകയായിരുന്നു. സിദ്ധാർത്ഥ് വാഷ്റൂമിലേക്ക് കയറി വന്നു. അത് നീലിമ ശ്രദ്ധിച്ചിരുന്നില്ല. സിദ്ധാർത്ഥിന്റെ മുഖത്ത് അപ്പോഴും നല്ല ദേഷ്യമുണ്ട്. സിദ്ധാർത്ഥ് ഉടനെ നീലിമയെ പിന്നിൽ നിന്ന് വലിച്ച് ചുമരിലേക്ക് ചേർത്ത് നിർത്തി. പെട്ടെന്നായതുകൊണ്ട് നീലിമ കിരൺ ആണെന്ന് കരുതി ഭയന്നു. അടുത്ത നിമിഷം തന്നെ സിദ്ധാർത്ഥിന്റെ മുഖം കണ്ടു അവൾ ആശ്ചര്യത്തോടെ നോക്കി. സിദ്ധാർത്ഥ്, നിങ്ങളെന്താ ഇവിടെ? നീലിമ അതിശയത്തോടെ ചോദിച്ചു. അവിടെ ആ സമയം അവൾ സിദ്ധാർത്ഥിനെ ഒട്ടും അവൾ പ്രതീക്ഷിച്ചതല്ല. സിദ്ധാർത്ഥ് മറുപടി പറയാതെ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. ഇയാളെന്ത് ഒരുമാതിരി ശത്രുവിനൊക്കെ നോക്കുന്ന പോലെ നോക്കുന്നേ. അല്ലെങ്കിൽ ആ കിരണിനെ കൊണ്ട് ഇന്നത്തെ ദിവസം തന്നെ പോയി കിട്ടി. അപ്പോഴാണ് ഇങ്ങേരുടെ ഷോ. ഈശ്വര, മടുത്തു എനിക്ക്, നീലിമ മനസ്സിൽ പറഞ്ഞു. സിദ്ധാർത്ഥ്, നിങ്ങളെന്താ ഇവിടെ? നീലിമ വീണ്ടും ചോദിച്ചു. ഞാൻ എന്തിനാന്നതെങ്കിലും ആയിക്കോട്ടെ, നീ എന്താ ഇവിടെ? സിദ്ധാർത്ഥ് ചോദിച്ചു. നീലിമ മറുപടി പറയാതെ അവനെ നോക്കി. കിരണിന്റെ കൂടെ അവിടെ വന്നത് സിദ്ധാർത്ഥ് കണ്ടു കാണുമെന്ന് അപ്പോൾ അവൾക്ക് തോന്നി. അതിന്റെ ദേഷ്യമാവും സിദ്ധാർത്ഥിന്റെ മുഖത്ത്. സിദ്ധാർത്ഥ്, ഞാനൊരു ആവശ്യത്തിന് വന്നതാണ്, നീലിമ പറഞ്ഞു. അത് കേട്ട് സിദ്ധാർത്ഥിന്റെ മുഖം വീണ്ടും ദേഷ്യം കൊണ്ട് ചുമന്നു. കിരണിന്റെ കൂടെ വന്ന കാര്യം നീലിമ എന്തിനു മറച്ചു വെക്കുന്നതെന്ന് അവൻ ചിന്തിച്ചു. എന്തായിരുന്നു ആ ആവശ്യം? സിദ്ധാർത്ഥ് ചോദിച്ചു. സൂര്യയുടെ ഒരു കാര്യത്തിന് വേണ്ടി വന്നതാണ് ഞാൻ, നീലിമ പറഞ്ഞു. നീലിമ കള്ളം പറയില്ല എന്നും വ്യക്തമായി അറിയാഞ്ഞിട്ടും സിദ്ധാർത്ഥ് അവളെ രൂക്ഷമായി നോക്കി. എന്നിട്ട് സൂര്യ ഇവിടെ? സിദ്ധാർത്ഥ് ചോദിച്ചു. അത് കേട്ട് നീലിമയ്ക്ക് ദേഷ്യം വന്നു. സിദ്ധാർത്ഥ്, നിങ്ങളെന്ത് ഒരുമാതിരി പ്രതികളെയൊക്കെ പെരുമാറുന്ന പോലെ ചോദ്യം ചെയ്യുന്നത്? ഞാൻ എന്തിനു വന്നതായാലും നിങ്ങൾ അത് ബാധിക്കില്ല, നീലിമ അത് പറഞ്ഞു. സിദ്ധാർത്ഥ് അവളെ തന്നെ തുറച്ചു നോക്കി നിൽക്കുകയായിരുന്നു. നിന്റെ കാര്യങ്ങൾ എന്നെ നന്നായി ബാധിക്കും എന്ന് സിദ്ധാർത്ഥിന് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ അവൻ പറഞ്ഞില്ല. നീ സൂര്യയുടെ കൂടെയല്ല വന്നത്, നീ വന്നത് കിരണിന്റെ കൂടെയാണ്. വല്ല ബോധവും ഉണ്ടോ നിനക്ക്? നീ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നതെന്ന് വല്ലതും അറിയാമോ നിനക്ക്? സിദ്ധാർത്ഥ് ദേഷ്യത്തോടെ ചോദിച്ചു. നീലിമ മറുപടി പറയാതെ അവനെ നോക്കി. സിദ്ധാർത്ഥ് അല്പം കൂടി അവളോട് ചേർന്ന് നിന്നു. എന്നിട്ട് ചോദിച്ചു. കിരണിന്റെ കൂടെ എന്താവശ്യത്തിന് വേണ്ടിയാണ് നീ ഇവിടെ വന്നത്? അവന്റെ കൂടെ ഫുഡ് കഴിക്കാനൊക്കെ വരാൻ മാത്രം എന്ത് ബന്ധമാണ് നിങ്ങൾ തമ്മില്? സിദ്ധാർത്ഥ് അങ്ങനെ ചോദിച്ചപ്പോൾ നീലിമ ആകെ വല്ലാതെയായി. സിദ്ധാർത്ഥ്, ഞാനും അയാളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പക്ഷേ അറിയാലോ, അയാളാണ് എന്റെ ബോസ്. അയാളോട് പെട്ടെന്ന് എന്തെങ്കിലും എതിർത്ത് പറഞ്ഞാൽ ജോലി അങ്ങ് പോവും. അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്, നീലിമ പറഞ്ഞു. ഓഹോ, ജോലി പോകാതിരിക്കാൻ അയാൾ എന്ത് പറഞ്ഞാലും നീ കേൾക്കോ? നിനക്കിനി അവനെ മനസ്സിലായിട്ടില്ലല്ലേ? സിദ്ധാർത്ഥ് ചോദിച്ചു. സിദ്ധാർത്ഥ്, ദേ സൂക്ഷിച്ച് സംസാരിക്കണം. അവൻ എന്ത് പറഞ്ഞാലും അനുസരിക്കുമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. സൂര്യയുടെ കാര്യത്തിന് വേണ്ടി സ്കൗട്ട് ചാനലിൽ വന്നതാണ് ഞാൻ. അപ്പോഴാ അവനെ കണ്ടത്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല, നീലിമ പറഞ്ഞു. അവൾ പറയുന്നത് സത്യമാണെന്ന് അറിയാമായിരുന്നുവെങ്കിലും കിരൺ നീലിമയോട് ഒരുപാട് സമയം ചിരിച്ച് സംസാരിക്കുന്നത് അവൻ കണ്ടതാണ്. അത് അവൻ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. നീലിമ താല്പര്യമില്ലാതെയാണ് വന്നതെങ്കിൽ അത് മനസ്സിലാക്കാതെ ചിരിച്ച് സംസാരിക്കാൻ മാത്രം പൊട്ടനാണോ കിരണെന്ന് സിദ്ധാർത്ഥ് മനസ്സിലാലോചിച്ചു. അതായിരുന്നു അവന്റെ ദേഷ്യത്തിന് കാരണവും. അവനോടുള്ളതിനേക്കാളും അടുപ്പം മറ്റൊരാളോട് നീലിമ വെറുതെ പോലും കാണിക്കുന്നത് സിദ്ധാർത്ഥിന് സഹിക്കാൻ കഴിയില്ലായിരുന്നു. പക്ഷെ അത് തുറന്നു പറയാൻ അവന്റെ ദുരഭിമാനം അവനെ സമ്മതിച്ചതുമില്ല. അവൻ നീലിമയെ ഒന്നുകൂടെ ചോരിനോട് ചേർത്തു. എങ്കിൽ പിന്നെ നീ എന്തിനാ അവനോട് ഇത്രയും നേരം സംസാരിച്ചിരുന്നത്? ജോലി പോകുമെന്ന് കരുതി അത്രയൊക്കെ സഹിക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ കുറെ നേരമായത് കാണുന്നു. അവൻ കൂടെ വരാൻ പറഞ്ഞപ്പോൾ വരാൻ മാത്രം മണ്ടിയാണോ നീ? സിദ്ധാർത്ഥ് ചോദിച്ചു. അവന്റെ നോട്ടം അവളുടെ കണ്ണുകളിലേക്കായിരുന്നു. അത്ര അടുത്തു നിന്ന് സിദ്ധാർത്ഥ് അത് ചോദിച്ചപ്പോൾ ശരിക്കും നീലിമ വിറച്ചുപോയി. സിദ്ധാർത്ഥ്, സത്യമായും അയാളുമായി എനിക്കൊരു ബന്ധമൊന്നുമില്ല. അല്ല, നിങ്ങളെന്താ പറഞ്ഞുകൊണ്ട് വരുന്നേ? നീലിമ ചോദിച്ചു. ഞാൻ നിന്നെ മോശമായൊന്നും പറഞ്ഞില്ല നീലിമ. ഞാൻ പറയുന്നത് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കാൻ നോക്ക്. ഇത്രയൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടും അവനെപ്പോലെ ഒരുത്തിന്റെ കൂടെ പിന്നെയും നടക്കാൻ മാത്രം ബുദ്ധിയില്ലാത്ത ആളാണോ നീ? കഴിഞ്ഞതെല്ലാം നീ മറന്നുപോയോ? സിദ്ധാർത്ഥ് ചോദിച്ചു. നീലിമ കിരൺ തന്നെ മുറിയിൽ പൂട്ടിയിട്ട് ഉപദ്രവിക്കാൻ ശ്രമിച്ചതോർത്തു. സിദ്ധാർത്ഥ് ആ കാര്യത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. സിദ്ധാർത്ഥ് ഇത്ര ദേഷ്യപ്പെടാൻ മാത്രം ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇത് ഒരു റെസ്റ്റോറന്റ് അല്ലേ? അല്ല, ഇതിനൊക്കെ സിദ്ധാർത്ഥിന് എന്താ പ്രശ്നം? നീലിമ ചോദിച്ചു. ഇതെല്ലാം കണ്ടിട്ട് മിണ്ടാതിരിക്കാൻ മാത്രം കിഴങ്ങനായൊരു ഭർത്താവല്ല ഞാൻ, സിദ്ധാർത്ഥ് അറിയാതെ പറഞ്ഞുപോയി. അപ്പോൾ നീലിമ അത്ഭുതത്തോടെ അവനെ നോക്കി. അതിന് നമ്മൾ ശരിക്കും ഭാര്യ ഭർത്താക്കന്മാരല്ലല്ലോ, ഇതൊരു എഗ്രിമെന്റ് കല്യാണമല്ലേ? അത് മറന്നുപോയോ? സിദ്ധാർത്ഥ് അതിന് മറുപടിയായി എന്ത് പറയുമെന്ന ആകാംക്ഷ നീലിമയുടെ കണ്ണുകളിൽ ഉണ്ടായിരുന്നു. എന്ത് എഗ്രിമെന്റ് വെച്ചിട്ടാണെങ്കിലും നിലവിൽ നീലിമ എന്റെ ഭാര്യയാണ്, അത്രേ ഞാൻ മീൻ ചെയ്യുന്നുള്ളൂ. അപ്പോ തന്റെ കാര്യങ്ങൾ അന്വേഷിക്കാനുള്ള റൈറ്റ്സ് എനിക്കുണ്ടല്ലോ, സിദ്ധാർത്ഥ് പറഞ്ഞു. എന്റെ കാര്യങ്ങൾ അന്വേഷിക്കണ്ട എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷേ എന്നെ ഒന്ന് മനസ്സിലാക്കണം, ഞാൻ പറഞ്ഞത് സത്യമാ. സൂര്യക്ക് പിന്നാലെ ചാനലിന്റെ ഓഫീസിൽ പോയതായിരുന്നു. അപ്പോഴാണ് കിരണിനെ കാണുന്നേ. അയാൾ ഒരുപാട് നിർബന്ധിച്ചത് കൊണ്ടാ ഫുഡ് കഴിക്കാൻ വന്നത്, അല്ലാതെ സിദ്ധാർത്ഥ് തെറ്റിദ്ധരിക്കുന്നത് പോലെ ഒന്നുമില്ല, നീലിമ പറഞ്ഞു. അപ്പോൾ അവൻ ചിരിച്ച് സംസാരിക്കുന്നത് കണ്ടതോ? സിദ്ധാർത്ഥ് വീണ്ടും അത് തന്നെ ചോദിച്ചു. എനിക്കറിയില്ല, നീലിമ പറഞ്ഞു. സിദ്ധാർത്ഥ് അത് കേട്ട് അവളെ ദേഷ്യത്തോടെ നോക്കി. അന്നത്തെ പോലെ ഇപ്പൊ അവൻ നിന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നിനക്ക്? ആരെങ്കിലും വിളിക്കുമ്പോ ഉടനെ കൂടെ ഇറങ്ങി ചെല്ലും മുമ്പ് ഇതൊക്കെയൊന്ന് ഓർക്കണം, സിദ്ധാർത്ഥ് പറഞ്ഞു. അയാൾ സൂര്യയുടെ കരിയർ തകർക്കുമെന്ന് ഇടയ്ക്ക് സൂചിപ്പിച്ചിരുന്നു. അതാ ഞാൻ കഴിക്കാൻ വിളിച്ചപ്പോ പോയത്, അല്ലാതെ അയാൾ ചെയ്തതൊന്നും ഞാൻ മറന്നിട്ടില്ല, മറക്കൂല്ല, നീലിമ ആവർത്തിച്ചു. നീ ഇങ്ങനെ അവൻ പറയുമ്പോഴൊക്കെ ഒപ്പം ചെല്ലാൻ നിന്നാ അവന്റെ എല്ലാ ആഗ്രഹങ്ങൾക്കും ഇനി സഹകരിക്കുമെന്ന് അവൻ കരുതും. നിനക്ക് അവനെ പറ്റി ഇനിയും അറിയില്ല, അതാ ഞാൻ പറയുന്നേ, സിദ്ധാർത്ഥ് ശബ്ദം താഴ്ത്തി അല്പം മയത്തിൽ പറഞ്ഞു. സോറി സിദ്ധാർത്ഥ്. നീലിമ മുഖം താഴ്ത്തി. അവൾ തന്റെ മാത്രമാണെന്ന് കാണിക്കാൻ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണമെന്ന് സിദ്ധാർത്ഥിന് തോന്നി.
അവൻ ഉടനെ അവളെ തന്നോട് ചേർത്ത് പിടിച്ചു. ചുണ്ടിൽ ദീർഘമായി ചുംബിച്ചു. നീലിമ വിറച്ചുപോയി. കിരണിന്റെ ഒപ്പം സംസാരിച്ചതിന് സിദ്ധാർത്ഥ് തല്ലുമെന്ന് പ്രതീക്ഷിച്ചാണ് അവൾ നിന്നിരുന്നത്. പക്ഷേ ചുംബനം അവൾ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. അതിന്റെ ഞെട്ടൽ അവളുടെ കണ്ണുകളിൽ തെളിഞ്ഞിരുന്നു. നീലിമയ്ക്ക് അവനെ തള്ളി മാറ്റാനും തോന്നിയില്ല. അവൾ ആകെ മരവിച്ചു പോയിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ സിദ്ധാർത്ഥ് അവളിൽ നിന്ന് അകന്നു മാറി. സിദ്ധാർത്ഥ് ചിരിച്ചു. സിദ്ധാർത്ഥ് എന്ത് പണിയെ കാണിച്ച്? ഇതിപ്പോ താൻ പതിവാക്കിയിരിക്കുകയാണോ? എന്നോട് അനുവാദം പോലും ചോദിക്കാതെയാണല്ലോ എപ്പോഴും ഇങ്ങനെ ഓരോന്നും ചെയ്യുന്നേ. എനിക്കിത് തീരെ ഇഷ്ടാവുന്നില്ല കേട്ടോ. നീലിമ ദേഷ്യത്തോടെ പറഞ്ഞത് കേട്ടു സിദ്ധാർത്ഥ് അസ്വസ്ഥനായി. സത്യത്തിൽ നീലിമയ്ക്ക് സിദ്ധാർത്ഥ് അവളെ ചുംബിച്ചതിൽ യാതൊരു പരാതിയും ഉണ്ടായിരുന്നില്ല. അവന്റെ മനസ്സറിയാൻ വേണ്ടിയാണ് അവൾ അങ്ങനെ പറഞ്ഞത്. അതാകട്ടെ വിപരീത ഫലങ്ങൾ ഉണ്ടാക്കിയത്. സിദ്ധാർത്ഥിന്റെ മുഖം കോപം കൊണ്ട് തൊടുത്തത് കണ്ട നീലിമ പേടിച്ച് അവനിൽ നിന്ന് അകന്ന് ചുവരിൽ ചാരി. അല്ല, എന്തിപ്പോ നിങ്ങളുടെ പ്രശ്നം? സത്യം പറ സിദ്ധാർത്ഥ്. കിരണിന്റെ കൂടെ ഞാൻ വന്നതിൽ നിങ്ങൾക്ക് അസൂയ ഉണ്ടല്ലേ? നീലിമ ചോദിച്ചു. സിദ്ധാർത്ഥ് അത് കേട്ട് അവളെ നോക്കി. അസൂയയോ? എനിക്കോ? എന്തിന്? നീ ആരോടെ കൂടെ പോയാലും എനിക്കൊരു കോപ്പുമില്ല, സിദ്ധാർത്ഥ് വെറുതെ പറഞ്ഞു. നീലിമയുടെ മുഖം അത് കേട്ടു വാടി. സിദ്ധാർത്ഥ് തന്നോട് ഇഷ്ടമാണെന്ന് സമ്മതിക്കുമെന്നും വെറുതെ അവളുടെ മനസ്സ് മോഹിച്ചിരുന്നു. പിന്നെ എന്തിനാ സിദ്ധാർത്ഥ് നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് കയറി വന്ന് എന്നോട് ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നേ? നീലിമ ചോദിച്ചു. അവളുടെ ചോദ്യത്തിന് എന്ത് പറയണമെന്നറിയാതെ ജാളിതയോടെ നീലിമയെ നോക്കി. ഞാൻ അസൂയ കൊണ്ടൊന്നല്ല അങ്ങനെ പറഞ്ഞത്. കിരൺ അത്ര നല്ലൊരുത്തനല്ല. അവന്റെ കൂടെ നടന്നാൽ നിന്നെയും ആളുകൾ മോശമായി കാണുമെന്ന് കരുതിയാണ് ഞാൻ, സിദ്ധാർത്ഥ് പറഞ്ഞു. ഓഹോ, അതെന്തിനാ ഞാനും ബോസ് ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ വന്നതിന് ആളുകൾ മോശമായി കരുതുന്നേ? നീലിമ ചോദിച്ചു. നീ എന്തെങ്കിലും കാണിക്കും, എനിക്കൊന്നും പറയാനില്ല. പക്ഷെ മേലിൽ അവൻ ചൊപ്പം നിന്നെ ഞാൻ കണ്ട എങ്ങനെ പ്രതികരിക്കും എന്ന് എനിക്ക് തന്നെ അറിയില്ല, സിദ്ധാർത്ഥ് ദേഷ്യത്തോടെ പറഞ്ഞു. സിദ്ധാർത്ഥ്, നിങ്ങൾ എന്തായി പറയുന്നതെന്ന് വല്ല ബോധവുമുണ്ടോ? ഞാൻ എത്ര വട്ടം പറഞ്ഞു എനിക്ക് അയാളെ കാണാതെ നടക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ തന്നെ അവൻ കാരണം ഒരു സമാധാനമില്ല. എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ നോക്കിയിരിക്കുമ്പോഴാണ് അടുത്തത്. നീലിമ സഹികെട്ടു പറഞ്ഞു. അവൾ പറഞ്ഞത് കേട്ട് അത്ഭുതത്തോടെ സിദ്ധാർത്ഥ് അവളെ നോക്കി. ആ പറച്ചിലിൽ അവൾ കിരണിന്റെ ഒപ്പം ഒട്ടും താല്പര്യത്തോടെയല്ല ഫുഡ് കഴിക്കാൻ വന്നതെന്ന് തെളിഞ്ഞിരുന്നു. അവൻ നിന്നെ പിന്നെ ബുദ്ധിമുട്ടിച്ചു? സിദ്ധാർത്ഥ് ചോദിച്ചു. ഇല്ല, അന്നത്തെ സംഭവത്തിന് ശേഷം ഈ മലവാളയെ ഞാൻ ഇന്നാണ് കാണുന്നത്. അപ്പൊ ഇവന് ഫുഡ് കഴിച്ചേ പറ്റൂന്ന് പറഞ്ഞ് പുറകെ കൂടി. ഞാൻ എന്താ ചെയ്യാം, ഒരുപാട് എതിർത്ത് നോക്കി. അവസാനം ഭീഷണി തുടങ്ങിയപ്പോ പിന്നെ എന്തെങ്കിലും വരട്ടെ എന്ന് ഓർത്താ ഇങ്ങോട്ട് വന്നത്, നീലിമ ദയനീയമായി പറഞ്ഞു. കിരൺ കാരണം അവൾ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് സിദ്ധാർത്ഥിന് മനസ്സിലായി. കിരണിനെ ഇനിയും ഇങ്ങനെ വിട്ടാൽ അത് അപകടമാണെന്നും സിദ്ധാർത്ഥ് ചിന്തിച്ചിരുന്നു. അയാൾ കാരണം ഇന്നത്തെ ദിവസമേ പോയി, നീലിമ വീണ്ടും പറഞ്ഞു. അപ്പോൾ സിദ്ധാർത്ഥ് അവളെ നോക്കി. ശരിക്കും നിനക്ക് അവനോടൊന്നുമില്ലേ? സിദ്ധാർത്ഥ് ചോദിച്ചു. ഹോ, എന്റെ പൊന്നു മനുഷ്യ, അപ്പോൾ ഞാൻ ഇത്ര നേരം പറഞ്ഞതൊന്നും നിങ്ങൾ കേട്ടില്ലേ? ഇപ്പൊ തന്നെ അയാളുടെ അടുത്ത് നിന്ന് മുങ്ങിയാണ് ഞാൻ ഇവിടെ ഒളിച്ചു നിൽക്കുന്നത്. അയാളോട് എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യൂ, നീലിമ പറഞ്ഞു. അത് കേട്ടതോടെ സിദ്ധാർത്ഥിന്റെ മുഖം തെളിഞ്ഞു. ഇനി അവൻ വിളിച്ചാ കൂടെ ചെല്ലാൻ നിൽക്കണ്ട. അതിനി എന്ത് കാര്യത്തിനാണെങ്കിലും പറ്റില്ലെന്ന് തന്നെ പറഞ്ഞേക്ക്, സിദ്ധാർത്ഥ് പറഞ്ഞു. നീലിമ തലയാട്ടി. അപ്പോൾ അവൾക്ക് എന്തോ ചോദിക്കാനുള്ളത് പോലെ സിദ്ധാർത്ഥിന് തോന്നി. എന്താ ചോദിക്കുക? യാതൊരു മുഖവരയില്ലാതെ സിദ്ധാർത്ഥ് പറഞ്ഞു. അവൻ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ സിദ്ധാർത്ഥ് തന്നെ നന്നായി മനസ്സിലാക്കുന്നുണ്ടെന്ന് ഓർത്തപ്പോൾ നീലിമയ്ക്ക് സന്തോഷം തോന്നി. അത് സിദ്ധാർത്ഥ്, ഈ കിരണിന്റെ സർനെയിം വിശ്വ എന്നാണ്. സോ ഇവന് നിങ്ങളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? നീലിമ ചോദിച്ചു. തനിക്ക് അങ്ങനെ ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? സിദ്ധാർത്ഥ് തിരികെ ചോദിച്ചു. അപ്പോൾ നീലിമ അവനെ നോക്കി. ഏയ് ഇല്ലല്ല, അവൻ വെറും വൃത്തികെട്ടവനാണ്. സിദ്ധാർത്ഥ് പക്ഷേ അങ്ങനെയല്ല, നിങ്ങൾ പക്ക ജെന്റിൽമാനാണല്ലോ, നീലിമ പറഞ്ഞു. അവൾ തന്നെ പുകഴ്ത്തി പറയുന്നത് കേട്ട് സിദ്ധാർത്ഥ് ഉള്ളുകൊണ്ട് സന്തോഷിച്ചു. കൂടുതലൊന്നും താനിനി അറിയണ്ട. അവന്റെ കാര്യം ഇനി ഞാൻ നോക്കിക്കോളാം. നീ ഇപ്പോ എന്റെ കൂടെ വാ, സിദ്ധാർത്ഥ് പറഞ്ഞു. അയ്യോ, അപ്പൊ സൂര്യയുടെ കാര്യം? നീലിമ ആകാംക്ഷയോടെ ചോദിച്ചു. അതെല്ലാം ഞാൻ ശരിയാക്കിക്കോളാം. നിനക്ക് എന്നെ വിശ്വാസമുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ കൂടെ വരണം, സിദ്ധാർത്ഥ് ഉറപ്പിച്ചു പറഞ്ഞു. നീലിമ ഓർത്തൊന്നും പറയാതെ അവന്റെ ഒപ്പം വാഷ്റൂമിൽ നിന്നും ഇറങ്ങി നടന്നു. കിരൺ അവരെ കണ്ടില്ല. അവൻ എപ്പോഴും നീലിമയെ പ്രതീക്ഷിച്ചിരിപ്പുണ്ടായിരുന്നു. സമയം ഒരുപാട് കഴിഞ്ഞപ്പോൾ കിരണിന് അവൾ തന്നെ പറ്റിച്ചതാണെന്ന് മനസ്സിലായി. അവൻ വാഷ്റൂമിന്റെ അടുത്തേക്ക് ചെന്നു. അവിടെയൊന്നും അവളെ കാണാന് അവന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുമന്നു. നീലിമ, നീ എന്നെ എളുപ്പം പറ്റിച്ചു കളഞ്ഞെന്ന് നീ വിചാരിക്കുന്നുണ്ടാവും. നിന്നെ ഞാനൊന്ന് കാണുന്നുണ്ട്. എന്നെ മണ്ടനാക്കി നീ അങ്ങ് രക്ഷപ്പെടില്ല. കിരൺ ആരാണെന്ന് വൈകാതെ നീ അറിയും, കിരൺ സ്വയം പറഞ്ഞു. അപ്പോൾ സിദ്ധാർത്ഥ് നീലിമയുടെ കൈ പിടിച്ചുകൊണ്ട് ഫുഡ് കോർട്ടിന്റെ മണിലൂടെ നടന്നു പോകുകയായിരുന്നു. അത് കണ്ട് അമ്പരന്ന ശ്രീകാന്ത് ഹേമന്തിനെ നോക്കി. എടാ, ദേ ആ പെണ്ണിന്റെ ഒപ്പമാണല്ലോ സിദ്ധാർത്ഥ് പോകുന്നേ. ഇനിയെങ്കിലും പറ, ആരാ അവള്? ശ്രീകാന്ത് ചോദിച്ചു. നീ നിന്റെ കാര്യം നോക്കിക്കേ. ഹേമന്ത് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. നീ ഒഴിഞ്ഞു മാറാൻ നോക്കണ്ട. സിദ്ധാർത്ഥ് ഒരു പെണ്ണിന്റെ കൂടെ നടക്കുന്നതും ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇങ്ങനെ കൈപിടിച്ച് നടക്കണമെങ്കിൽ ഉറപ്പായും അത് സിദ്ധാർത്ഥിന് വേണ്ടപ്പെട്ട ആരോ ആണ്. അത് നിനക്കറിയാം, പറയടാ പ്ലീസ്, ശ്രീകാന്ത് പറഞ്ഞു. എനിക്കറിയാം, പക്ഷെ ഞാൻ പറയില്ല. നീ വാ, നമുക്ക് പോവാം, ഹേമന്ത് പറഞ്ഞു. ശ്രീകാന്ത് ആകെ ആശയക്കുഴപ്പത്തിലായി. അവനെ നോക്കി. ആരെയും ശ്രദ്ധിക്കാതെ സിദ്ധാർത്ഥ് നീലിമയും കൊണ്ട് കാറിൽ കയറി. അല്പസമയത്തിനുള്ളിൽ തന്നെ സിദ്ധാർത്ഥിന്റെ കാർ വിശ്വ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഹെഡ് ഓഫീസിന്റെ മുന്നിൽ ചെന്നു നിന്നു. നീലിമ ആശ്ചര്യത്തോടെ സിദ്ധാർത്ഥിന്റെ നേർക്ക് നോക്കി. അവൻ എന്തിനാവും അപ്പോൾ തന്നെയും കൂട്ടി അവിടേക്ക് വന്നതെന്ന് നീലിമയ്ക്ക് മനസ്സിലായില്ല.